Everyone, welcome to ATAT 24/7 classes. നമ്മൾ നോക്കുന്നത് KASന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, റൂൾ ഓഫ് ലോയുമായി ബന്ധപ്പെട്ടാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മീനിങ് ഓഫ് റൂൾ ഓഫ് ലോ? റൂൾ ഓഫ് ലോയുടെ മീനിങ് അല്ലാത്തത് ഏതാണ്? എ, ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. ബി, ആബ്സെൻസ് ഓഫ് അൺജസ്റ്റ് ലോസ്. സി, ആബ്സെൻസ് ഓഫ് ആർബിട്രറി ലോസ്. ഏതാണ് റൂൾ ഓഫ് ലോയുടെ മീനിങ് അല്ലാത്തത് ഏത് എന്നാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പ്രസൻസ് ഓഫ് ഇനാക്റ്റഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡി ആണ്. ഇതിലേതാണ് എ, ബി, സി, ഡി റൂൾ ഓഫ് ലോയുടെ മീനിങ് അല്ലാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മീനിങ് ഓഫ് റൂൾ ഓഫ് ലോ? റൂൾ ഓഫ് ലോയുടെ മീനിങ് അല്ലാത്തത് ഏതാണ്? റൂൾ ഓഫ് ലോ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കോൺസെപ്റ്റ് ആണ്, എക്സാമിന് വളരെ ആവശ്യമുള്ള ഒന്നാണ്. ഇപ്പൊ ഏതാണ് റൂൾ ഓഫ് ലോയ്ക്ക് മായിട്ട് റിലേറ്റ് ചെയ്ത് വരാത്തത് ഏതാണ്? ഏതാണ് റൂൾ ഓഫ് ലോയിൽ വരാത്തത് ഏതാണ്? So the following is not part of rule of law. Rule of law ile varathadu edana? A, all are equal before law. B, absence of unjust laws. C, absence of arbitrary laws. D, presence of enacted constitution. Edana? The answer D ആണ്. Enacted constitution എന്ന് പറഞ്ഞാൽ written constitution എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? written constitution എന്നാണ്. written constitution. അത് rule of lawയുടെ ഒരു ആസ്പെക്ട് അല്ല. റൂൾ ഓഫ് ലോ പറയുന്നത് എന്താണ്? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വേണ്ടതെന്നാണ് റൂൾ ഓഫ് ലോ പറയുന്നത്. എന്താണ്? അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് വേണ്ടത്, നോട്ട് റിട്ടൺ. റിട്ടൺ അല്ല, അൺറിട്ടൺ ആണ് വേണ്ടത് എന്നാണ് റൂൾ ഓഫ് ലോ പറയുന്നത്. ഓർക്കുക, റൂൾ ഓഫ് ലോയുടെ മീനിങ് അല്ലാത്തത് ഇതാണ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനാക്റ്റഡ് മീൻസ് റിട്ടൺ. റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. വാട്ട് ഓർ ബീസ് റാങ്ക് ഓർ കണ്ടീഷൻ ഈസ് സബ്ജക്ട് ടു ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ഓർഡിനറി കോർട്ട്. എല്ലാവരും നിയമത്തിന്റെ മുമ്പിൽ തുല്യരാണ്. എത്ര വലിയ ആൾക്കാരായാലും സാധാരണ നിയമ കോടതികളുടെ കീഴിലായിരിക്കണം. ഓൾ ആർ ഈക്വൽ ബിഫോർ ദ ലോ. വാട്ട് എവർ ബീസ് റാങ്ക് ഓർ കണ്ടീഷൻ ഈസ് സബ്ജക്ട് ടു ദ ജുറിസ്ഡിക്ഷൻ ഓഫ് ഓർഡിനറി കോർട്ട്. അപ്പൊ ഈ ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ അതിൽ വരും, റൂൾ ഓഫ് ലോയിൽ വരും. ആബ്സെൻസ് ഓഫ് അൺജസ്റ്റ് ലോസ്. ലോ ഷുഡ് ബി ജസ്റ്റ്, ഫെയർ, റീസണബിൾ. അതെവിടെ വരും? റൂൾ ഓഫ് ലോയിൽ വരും, അല്ലെ? ഡ്യൂ പ്രോസസ് ഓഫ് ലോയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ആബ്സെൻസ് ഓഫ് ആർബിട്രറി ലോസ്. നിയമം നിർമ്മിക്കുമ്പോൾ അത് എല്ലാ വശങ്ങളും കൺസിഡർ ചെയ്ത് വേണം നിയമം നിർമ്മിക്കാനായിട്ട്. Indian Constitution is 1, real constitution. 2, legal constitution. 3, written constitution. Choose the correct answer using the codes given below. A, 1 only. B, 3 only. C, 2 and 3 only. D, 1, 2 and 3. ഏതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? ഏതാണ് അല്ലെ? റിയൽ ആണോ, ലീഗൽ ആണോ, റിട്ടേൺ? 1, 2, 3 വരുമോ? എ, ബി, സി, ഡി ഏതാണ് വരുന്നത്? ഏതാണ്? ഏതാണ്? വേഗം പറയും. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നത് റിയൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, ലീഗൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ? ഏതാണ് വരുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഏതാണ് ശരിയായത്? പറയൂ, വേഗം പറയൂ, ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി തന്നെയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിയൽ, ലീഗൽ, റിട്ടൺ മാത്രമല്ല, എഴുതപ്പെട്ടത് മാത്രമല്ല ഒരു ഭരണഘടനയുടെ ഭാഗമാവുന്നു, എഴുതപ്പെടാത്തത്. ഫോർ എക്സാമ്പിൾ, കൺവെൻഷൻസ്. പ്രൈം മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയർ ഇല്ല കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ ഇന്ത്യൻ ഭരണഘടന വായിക്കുമ്പോൾ പ്രൈം മിനിസ്റ്ററെ കുറിച്ച് വായിക്കുമ്പോൾ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിന് അവർ കാലാകാലങ്ങളായി ഫോളോ ചെയ്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്. കൺവെൻഷൻ. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഡീറ്റെയിൽ പ്രൊസീജിയർ കോൺസ്റ്റിറ്റ്യൂഷനിലില്ല. പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നത് മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളൂ. അപ്പോൾ ഇവിടെ ഈ അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന കൺവെൻഷൻ ആണ്, അല്ലെ? അത് സുപ്രീം കോടതിയുടെ പല ജഡ്ജ്മെന്റിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൺവെൻഷൻ ഫോളോ ചെയ്യണം. ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിലില്ല? കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ എന്നൊരു കാര്യം ഇല്ല. പിന്നെയോ അത് സുപ്രീം കോടതിയിൽ വരികയും ആദ്യം ജസ്റ്റിസ് മുതോൽക്കറാണ് സജ്ജൻ കുമാർ കേസിൽ ആദ്യം പറയുകയും കേശവാനന്ദ ഭാരതി കേസിലാണ് ആദ്യമായിട്ടൊരു രൂപം പ്രാപിച്ചു വരുന്നതിലാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിയൽ ആണ്, ലീഗൽ ആണ്, റിട്ടൺ ആണ്, അല്ലെ? മൂന്നുമാണ്. India has a parliamentary form of government means. India ഒരു parliamentary form of government എന്ന് പറഞ്ഞാൽ എന്താണ്? Executive is part of the legislature.
executive and legislatures are independent, the presence of two executives, none of the above. ഏതാണ്? ഇന്ത്യക്ക് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഇന്ത്യ ആസ് എ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യക്ക് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് വെച്ചാൽ അർത്ഥമാക്കുന്നത് എന്താണ്? പറയും. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ആൻസറിൽ വരുന്നത് എന്ന് പറയുക അല്ലെ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഇന്ത്യക്ക് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത്? എന്താണ്? ഏതാണ്? വേഗം പറയൂ, വേഗം പറയൂ. ഏതാണ്? ഇന്ത്യക്ക് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഓക്കെ, ഇന്ത്യക്ക് ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആൻസർ എ ആണ്. ദ എക്സിക്യൂട്ടീവ് ഈസ് പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ. ആദ്യം ഇലക്ഷൻ നടക്കണം ലോക്സഭയിലേക്ക്. ലോക്സഭ ഇലക്ഷൻ നടക്കുമ്പോഴാണ് ലെജിസ്ലേച്ചറിന്റെ ഫോർമേഷൻ നടക്കുന്നത്. ലെജിസ്ലേച്ചർ ഓത്ത് എടുത്തു കഴിഞ്ഞ് ലെജിസ്ലേച്ചർ ആവും. ഈ ലെജിസ്ലേച്ചർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എക്സിക്യൂട്ടീവ് ഫോം ചെയ്യണം. എക്സിക്യൂട്ടീവ് ഫോം ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി, മന്ത്രിസഭ ഫോം ചെയ്യണം. അത് ലെജിസ്ലേച്ചർ, ലോക്സഭ അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ, ഹൗസ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ഇലക്ഷൻ, ഈ പറഞ്ഞ മന്ത്രിസഭ ഫോം ചെയ്യാൻ പറ്റും. അപ്പൊ ലെജിസ്ലേച്ചറിൽ നിന്ന് എക്സിക്യൂട്ടീവ്, പ്രൈം മിനിസ്റ്റർ എവിടെ നിന്നാ വരുന്ന? ഹൗസ് ഓഫ് പീപ്പിൾ. മിനിസ്റ്റേഴ്സ് എവിടെ നിന്നാ? ഹൗസ് ഓഫ് പീപ്പിൾ. പക്ഷേ രാജ്യസഭയിൽ നിന്ന് എടുക്കുന്നതിലും തടസ്സമില്ല, കുറച്ചുപേര് അവിടെ നിന്ന് എടുക്കാനും കുഴപ്പമില്ല. എന്നാൽ ഗവൺമെന്റ് ഫോം ചെയ്യാൻ രാജ്യസഭയ്ക്ക് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന് ആവശ്യമില്ല, മറിച്ച് ഹൗസ് ഓഫ് പീപ്പിൾ മാത്രം മതി ഒരു ഗവൺമെന്റ് ഫോം ചെയ്യാൻ, അല്ലേ? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിന്റെ ഒരു ആവശ്യം ഇല്ല. അങ്ങനെ വരുമ്പോൾ എക്സിക്യൂട്ടീവ് ഈസ് പാർട്ട് ഓഫ് ദ ലെജിസ്ലേച്ചർ ആണ്. ഈ ലെജിസ്ലേച്ചറിൽ നിന്നാണ് മന്ത്രിമാർ വരുന്നത്. ആദ്യം അവർ എം പിമാരായിരിക്കണം. എം പി ആയെങ്കിലേ മന്ത്രിയാവാൻ പറ്റും. നെക്സ്റ്റ്, വിത്ത് റെഫറൻസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ, കൺസിഡർ ദ ഫോളോയിങ്. ഡ്യൂ പ്രോസസ് ലോ ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ഈസ് എൻഷുറിംഗ് പ്രൊസീജറൽ ജസ്റ്റിസ് and it is a command that the government to be just and fair to the people. 2. It places limitations on laws and prevents the legislature from adopting abusive laws. 3. It is a constitutional guarantee and it gives judiciary the power to question the laws made by the legislature. Select the correct answer using the code given below. A, 1 only. B, 1 and 3 only. C, 2 and 3 only. D, 1, 2 and 3 only. ഏതാണ്? The concept of due process of law. Due process of law says the procedure must be just, fair and reasonable. The first statement says that it is ensuring procedural justice. There is a procedure to frame the law and the procedure should be just, fair and reasonable. This is due process. And it is a command that the government to be just and fair to the people. Whenever government is on the way to frame a new law, the procedure is first that bill in either house of parliament, whether it is in the house of people or council of states, whatever, that law should be just, fair and reasonable. It should not violate the fundamental rights of the people. Second statement says that it places limitations on laws and prevents the legislature from adopting abusive laws. Due process law always preventing and limiting the legislature. What it is doing, it is preventing, then it is limiting. Why it is preventing and limiting? Sometimes the legislature may pass abusive laws violating the rights of the citizen or adversely affecting the life of the people of this country. In that situation, due process of law, what due process of law is saying, in that situation, due process of law is limiting the legislature or preventing the legislature from passing such laws. 3. It is a constitutional guarantee. That means it is guaranteed by the constitution, not granted. It is a guarantee. And this due process law giving judiciary the power. What it is giving the judiciary? It is a power. What sort of power? That means question the laws made by the legislature. Question the law made by the legislature means whenever the legislature passes a law that is violative of the constitution, that is violative of the fundamental rights enshrined under part 3 of the constitution, then the judiciary has the power to question it. Yes, that is known as judicial review.
That is known as judicial review. Judiciary is power to question the law. Select the correct answer. ഏതാണ്? A ആണോ, B ആണോ, C ആണോ, D ആണോ വരുന്നത്? ഏതാണ്? ഇതിന്റെ ആൻസർ D ആണ്. ഇതെല്ലാം ഡ്യൂ പ്രോസസ് ലോയുടെ ഭാഗമാണ് അല്ലെ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറയുമ്പോൾ the correct procedure should be followed. We know that for framing a law, a bill should be presented in either House of Parliament, whether it is House of People or Council of States. When one house passes the bill, then it is sent to another house. Then it is sent to the president for assent. The president gives his assent to the bill. That bill becomes an act. This is a procedure. This is what procedure established by law means. However, due process law says that procedure must be just, fair and reasonable. So, ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അറ്റാ 24/7 KAS ബാച്ചിന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഈ കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. Y617 എന്നൊരു കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഇത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ KAS പഠിപ്പിക്കുന്നത് അറ്റാ 24/7 ആണ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ. ബാക്കി എല്ലായിടത്തും 50,000, 30,000, 25,000 വാങ്ങുമ്പോൾ അതിലും കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ ഫീ ആണ് വാങ്ങുന്നത്. ഈ ഫീസ് ഇനിയും കുറഞ്ഞു കിട്ടാനായിട്ട് Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക. ഈ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീസിൽ ഇനിയും റിഡക്ഷൻ കിട്ടും. യു വിൽ മോർ റിഡക്ഷൻ ബൈ യൂസിംഗ് ദ കോഡ് Y617, 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 Y617 എന്ന കോഡ് യൂസ് ചെയ്ത് ജോയിൻ ചെയ്യുക.